ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും നന്മയും സന്തോഷവും ഉള്ളൊരു പുതുവത്സരം കൂടി ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് മിക്സിയിൽ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പ്ലം കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വേണ്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഓറഞ്ച് തൊലി വിളയിച്ചെടുത്ത ആ പാത്രത്തിലേക്ക് തന്നെ 1/2 കപ്പ് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് ഈന്തപ്പഴം കുരുവെല്ലാം മാറ്റി ഇതുപോലെയൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും 1/4 കപ്പ് കശുവണ്ടി പരിപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഓറഞ്ചിൽ നിന്നും കുറച്ചെടുത്ത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് ഈ ഓറഞ്ച് ജ്യൂസൊക്കെ വറ്റി ഈ ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെ ഈ ഓറഞ്ച് ജ്യൂസൊക്കെ പിടിച്ച് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒരുപാട് ദിവസമൊന്നും ഇതുപോലെ സോക്ക് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തയ്യാറാക്കി അപ്പോൾ തന്നെ നമുക്ക് കേക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോഴിതാ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഓറഞ്ച് ജ്യൂസിൽ കിടന്ന് നല്ലതുപോലെ കുതിർന്ന് ഇതുപോലെ നല്ലതായിട്ട് വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ കേക്കിലേക്ക് വേണ്ടുന്ന ക്യാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് കുറച്ച് സമയം അനക്കാതെ ഇതുപോലെ വെച്ച് കൊടുത്താൽ ഈ പഞ്ചസാര മെല്ലെ മെല്ലെ ഉരുകി വരാൻ തുടങ്ങും. ആ സമയം നമുക്ക് ഒരു തവി ഉപയോഗിച്ച് ഇത് മെല്ലെ ഇളക്കി കൊടുക്കാം. ഇപ്പോഴിത് നമ്മളുടെ പഞ്ചസാര നല്ലതുപോലെ തന്നെ ഉരുകി ഒരു കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ച നല്ല ചൂടോട് കൂടിയ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം കൂടി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ടുന്ന സ്പൈസസ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി ഒരു 2-3 ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ 2-3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ജാതിക്കുരു, ഇത്രയും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ജാതിക്കുരു ചേർത്താൽ നമ്മുടെ ഈ കേക്കിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് ജാതിക്കുരു സ്കിപ്പ് ചെയ്യാതെ നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര ഞാനിവിടെ ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ലതുപോലെ ഉണങ്ങിയ മിക്സി ആയിരിക്കണം. ഇനി നമുക്കിതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ വേണം നമ്മൾ ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോഴിതാ ഈ പഞ്ചസാരയും മുട്ടയും കൂടി നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അതിനോടൊപ്പം തന്നെ നമുക്ക് 1/4 കപ്പ് ബട്ടർ ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും നമ്മൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത ഈ ഒരു മിശ്രിതം നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ക്യാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു തവി ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കുറേശ്ശെയായിട്ട് അരിച്ച് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു തവി ഉപയോഗിച്ച് നല്ലതുപോലെയൊന്ന് ഒരു ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മൈദ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് നമ്മൾ ഈ കേക്കിൻ്റെ ഒരു ബാറ്റർ നല്ല സ്മൂത്തായിട്ടുള്ള ഈ ഒരു ടെക്സ്ചറിലേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സറിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ ക്യാമറയിൽ വിട്ടുപോയതാണ്. ഇപ്പോഴിത് ഈ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളുടെ ഈ കേക്കിൻ്റെ ഒരു ബാറ്റർ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നിലേക്ക് അതിൻ്റെ അളവിലൊരു ബട്ടർ പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. പാത്രത്തിലും അതുപോലെ ബട്ടർ പേപ്പറിലും അതിൻ്റെ സൈഡിലും ഒക്കെ നല്ലതുപോലെ തന്നെ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലെ എയർ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയും ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ചുവട് കട്ടിയുള്ള നല്ല അടപ്പിന് മുറുക്കമുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ അടപ്പിൻ്റെ ഈ ഒരു ഹോളൊക്കെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു കമ്പോ അതുപോലെ ഒരു തുണി കഷ്ണം വെച്ച് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോഴിത് ഈ പാത്രം നല്ലതുപോലെ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 50 മിനിറ്റോളം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോഴിത് നമ്മളുടെ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 50 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഈർക്കിൽ ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കാം. നമ്മുടെ ഈ കേക്ക് ഒട്ടും തന്നെ ഈർക്കിലൊന്നും പറ്റി പിടിക്കുന്നില്ല. എന്നാൽ കുറച്ച് ഈ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ടൊന്ന് വെന്ത് കിട്ടാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോഴിതാ 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കേക്ക് തുറന്ന് നോക്കാം. ഒട്ടും തന്നെ നമ്മുടെ ഈർക്കിലൊന്നും പറ്റി പിടിക്കുന്നില്ല. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ തയ്യാറാക്കിയ കേക്ക് നല്ലതുപോലെ തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. തൊട്ട് മുറിക്കുമ്പോൾ തന്നെ അറിയാം ഇത് നല്ലതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾക്ക് വീട്ടിൽ തന്നെ ഇത് വളരെ ഈസി ആയിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നവരെ താങ്ക് യു.